ഹലോ, വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 700 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പട്ട, 3-4 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 7-8 വെളുത്തുള്ളി അല്ലിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് ഇതുപോലെ കീറിയാണ് എടുത്തിട്ടുള്ളത്. അവരവരുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 കപ്പ് തിരിങ്ങിയ തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2ാം പാലും ഇത് 1ാം പാലും. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും. കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ സ്റ്റൂ ചെയ്യുമ്പോഴാണ് കൂടുതൽ രുചി ഉണ്ടാവുക. എണ്ണ ചൂടാവുമ്പോൾ ഇതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റാം. കറിവേപ്പില ചേർത്ത് സവാള ഒരുപാട് വഴന്നു പോവരുത്. സവാളയുടെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ചിക്കനും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും 2ാം പാലും കൂടി ചേർത്ത് ഒന്നിളക്കി അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി 1 വിസിൽ കൂടി വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രഷർ മൊത്തം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ചിക്കനും വെജിറ്റബിൾസും വെന്തിട്ടുണ്ട്. വെള്ളം കൂടുതലുള്ള പോലെ തോന്നും, അത് കുഴപ്പമില്ല. ഇതിലോട്ട് നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കുവാണ്. കാഷ്യൂനട്ട് പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി 2-3 പീസ് വെന്ത ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് കൊടുത്ത് 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഗ്രേവി തിക്ക് ആൻഡ് ക്രീമി ആയിക്കോളും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തൊന്നിളക്കി 1 മിനിറ്റ് കഴിയുമ്പോൾ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്, അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. താളിക്കാനായിട്ട് 6-7 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ ഇതിലോട്ട് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ കുറച്ച് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും എണ്ണ സ്റ്റൂവിലോട്ട് ചേർക്കണ്ട, ഇത് കോരി മാറ്റി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ചിക്കൻ സ്റ്റൂ ആണിത്. കുക്കറിലായതുകൊണ്ട് വെറും 20 മിനിറ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.